ഹായ് ഹലോ നമസ്കാരം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങിയിട്ടുള്ള പെൻഷനുകളും അതുപോലെ ക്ഷേമനിധി പെൻഷനുകളും സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ വാങ്ങുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എ ടു സെഡ് ഇൻഫോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. രണ്ടാമത്തെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നവരാണെങ്കിൽ എസ് എന്നും പെൻഷൻ ലഭിക്കുന്നില്ലാത്തവരാണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആളുകളും കുറേ വർഷങ്ങൾക്ക് മുൻപായിരിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടായിരിക്കുക, അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടുണ്ടാവില്ല. ഇത്തരം ആളുകൾ നിർബന്ധമായും അടുത്ത മാസത്തിനുള്ളിൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകൽ നിർബന്ധമാണ്. അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ള അവധി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുവാൻ ശ്രദ്ധിക്കുക. ആർക്കെല്ലാം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായിരിക്കുന്നു എന്നറിയുന്നതിന് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആളുകൾക്ക് നൽകേണ്ടതില്ല. ഇല്ലാത്ത എല്ലാ ആളുകളും നൽകണം. കർഷക പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പെൻഷൻ ഹോൾഡറും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇനി നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് ഈ മാസം 15-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാൻ അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഓൺലൈൻ സേവാ കേന്ദ്രത്തിലോ സമർപ്പിക്കേണ്ടതാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ +1 അഡ്മിഷൻ, ഡിഗ്രി അഡ്മിഷൻ തുടങ്ങിയവ തിരക്കായും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിലും തിരക്കാവും. അവർക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനുള്ള തിരക്കാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിച്ച ഏകദേശം എല്ലാ ആളുകൾക്കും 3 മാസ പെൻഷൻ, അതായത് ആദ്യത്തെ മാസം 1000-ഉം രണ്ടാമത്തെ മാസം 2 മാസം ഉൾപ്പെടുത്തി 2000 രൂപയും അടക്കം 3000 രൂപ ലഭിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ആ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷിച്ചത് അവിടെ ചെന്ന് എന്താണ് കാരണമെന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെൻ്ററുകളിൽ പോയാലും എന്താണ് കിട്ടാത്തതിന് കാരണം, ചില ആളുകളത് വരും SLC ബുക്കിലുള്ള പ്രശ്നമാവാം, ചിലപ്പോൾ അഡ്രസ്സിലുള്ള പ്രശ്നമാവാം. എന്താണ് കാരണമെന്ന് നോക്കി അത് ക്ലിയർ ചെയ്താൽ അടുത്ത മാസം മുതലുള്ള പെൻഷൻ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായും എല്ലാ വർഷവും നൽകാറുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് പുനർവിവാഹമല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകൽ. ഇതും നൽകാത്തവർ ഉടൻ തന്നെ നൽകേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസത്തെ പെൻഷൻ ഉറപ്പായും മുടങ്ങുന്നതാണ്. ഇനി നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ KYC ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾക്ക് പെൻഷൻ അക്കൗണ്ടിൽ ലഭിക്കണമെങ്കിൽ KYC ചെയ്യൽ നിർബന്ധമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി KYC ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കിൽ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും ഒരു ഫോട്ടോയും കൊണ്ട് നേരിട്ട് ബാങ്കിൽ ഹാജരായി KYC പൂർത്തീകരിക്കേണ്ടതാണ്. KYC പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരികയുള്ളൂ. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുറന്നു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എ ടു സെഡ് ഇൻഫോ വരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.